Today, I'm going to tell you about my hobbies. I actually have two hobbies, cooking and reading. But I spend a lot of time reading and I really enjoy it. I would like to share how I developed my reading habit. Since my childhood, I have read many books such as Balarama, Balamankalam, and other Malayalam storybooks. I was very interested in reading. And there were no libraries nearby. So I could read books occasionally because my parents were farmers and didn't have enough money to buy books. So I could read occasionally. However, I am proud to say that even though my parents didn't have a high level of education, but they understood the importance of books and reading. So, whenever they went out, they would buy books, at least 2 or 3 books from the shop. Back then, I would read 2 or 3 times, even 5 times the same book because I didn't have read 2 other books. But my parents encouraged me to read. Every day, my father would read newspaper while enjoying a cup of piping hot tea. I closely watched my father's reading habit. After having tea, my father went out to work. I eventually adopted it as my own. Can you understand? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇത് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ കേൾക്കുക. അത്രയ്ക്കധികം നിർത്തിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് അറിയാതെ പോയ വാക്കുകൾ ഏതൊക്കെയാണ്? whenever they went out. എപ്പോഴെങ്കിലും അവർ പുറത്തു പോകുമ്പോൾ whenever, എപ്പോഴെങ്കിലും. പിന്നെ നമ്മളിതാ ഉപയോഗിച്ചത് however എന്താണ്? എന്നിരുന്നാലും. പിന്നെ അടുത്തൊരു വാക്ക് eventually, പതിയെ. back then എന്താണ്? അന്ന്. I would read 2 or 3 times the same book ഞാൻ 2-3 പ്രാവശ്യം അന്ന് വായിക്കുമായിരുന്നു. ബിക്കോസ് കാരണം എന്താണ്? didn't have, എനിക്ക് ഉണ്ടായിരുന്നില്ല. I was interested in reading. അപ്പൊ അവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഐ ഹാഡ് ഉപയോഗിക്കത്തില്ലേ? ഇല്ല. കാര്യം എന്താണ്? ഇൻട്രസ്റ്റഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ ഓർക്കുക, അതിന്റെ മുമ്പിൽ ഒന്നെങ്കിൽ ആമ, വാസ് അല്ലെങ്കിൽ ഹാസ്, ഹാവ് കൊടുക്കുക, ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുക, അതിനുശേഷം ഇന്നു കൂടെ കൊടുക്കുക. അത് നിങ്ങളിങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഐ ക്ലോസ്ലി വാച്ച്ഡ് മൈ ഫാദേഴ്സ് റുട്ടീൻ. ഞാൻ റുട്ടീൻ വാച്ച് ചെയ്യുമായിരുന്നു, ഈ ഹാബിറ്റ്. അപ്പൊ നിങ്ങൾ അവിടെ ചിന്തിച്ചിട്ടുണ്ടാവും അത് വുഡ് ഉപയോഗിച്ച് പറയത്തില്ലേ എന്ന്. പറയാം കേട്ടോ, വുഡ് ഉപയോഗിച്ചിട്ടും പറയാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത് ചെറിയൊരു വീഡിയോ ആണ് അല്ലെ. അപ്പൊ എന്റെ റീഡിങ് ഹാബിറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതും ഇത് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ്. അതാണ് ഞാൻ ഐ ഹാവ് എന്ന് തന്നെ പറഞ്ഞത്. നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? ശരിക്കും ഐ എന്നാണ്. ഐ ആം ഗോയിങ് ടു എന്നല്ല നമ്മൾ ശരിക്കും പറയേണ്ടത്. എങ്ങനെ പറയണം? ഗോണ എന്ന് ഉപയോഗിക്കണം. ഐ വാണ്ട് ടു എന്നല്ല ഐ വാന. ഇതൊക്കെ നമ്മൾ പറയണം. പക്ഷെ ഏറ്റവും നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക കേട്ടോ. പിന്നെ ഇന്ന് ഇത് കേൾക്കുന്ന ഉടനെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയണം.
അതായത് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഇത് പഠിച്ചതാണ്, ഇത് പാരൻസ് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ കുറേ ഗ്രാമർ പഠിച്ചാലൊന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ചു തന്നെ പഠിക്കണം. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ ഇത് ഒരു ടാസ്ക് ആക്കി എടുക്കുക. എല്ലാ ദിവസവും ഒരു 2 or 3 minutes, അത് മതി, അത്രയും മിനിറ്റ്സ് ഞാൻ നിർത്താതെ സംസാരിക്കും, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൽ അറിയിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഇത്, പണ്ട് പണ്ട് എന്നുള്ള നല്ലൊരു തമാശയാണ്. ഇത് ആരുടെയാണ്? മഹേഷ് ഹരിദാസ് എഴുതിയതാണ്. ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഇത് ഇന്നലെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ വായിച്ചു തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ബുക്കിൽ തുടങ്ങാം. നല്ലൊരു ബുക്കാണ്, തമാശയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം